നമസ്കാരം. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര ആരംഭിച്ചതിന് ശേഷം എത്ര തവണയാണ് ഓരോ വിഷയങ്ങളിലും കേരള സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം നേരിടേണ്ടി വന്നത്? ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് കോടതിയിൽ നടന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മറിയക്കുട്ടി എന്ന വന്ധ്യ വയോധികയായ സ്ത്രീക്ക് പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ വാർത്തകൾ പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ അവർക്ക് നേരെ അതിക്രൂരമായ രീതിയിലാണ് സൈബർ ആക്രമണം നടന്നത്. എന്നിട്ട് അതിനെ വിമർശിക്കാൻ പോലും നമ്മുടെ നാട്ടിലെ സ്ത്രീ സ്വാതന്ത്ര്യവാദികളെന്നും മറ്റും പറഞ്ഞു നടക്കുന്ന പുരോഗമനം എന്ന് പറയാൻ കഴിയില്ല, സോക്കോൾഡ് പുരോഗമനക്കാരായ വനിതാ സംഘടനകൾ പോലും തയ്യാറായില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഒടുവിൽ അവർ കോടതിയെ സമീപിക്കുകയാണ് തൻ്റെ പെൻഷനുമായി ബന്ധപ്പെട്ട്. അവിടെ സർക്കാർ പറഞ്ഞ ന്യായം അതിലും വിചിത്രമാണ്. ഇവർ നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് പറയുന്നത്. എത്ര ക്രൂരമായിട്ടാണ് സംസ്ഥാന സർക്കാർ കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. ഇത്രയും വയസ്സുള്ള വളരെ വയോധികയായ ഒരു സ്ത്രീ, അവർക്ക് മറ്റ് വരുമാന മാർഗങ്ങളില്ല. മാത്രമല്ല, നേരത്തെ ഇവരെക്കുറിച്ച് തെറ്റായ വാർത്തകൾ നൽകിയതിന്, അതല്ലെങ്കിൽ ഇവർ വലിയ സമ്പന്നയാണെന്ന രീതിയിൽ അവരെ മക്കൾക്ക് ഉയർന്ന ജോലിയുണ്ട്, വിദേശത്താണെന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്ത ദേശാഭിമാനിക്ക് പോലും ഉള്ളിൽ ക്ഷമാപണം നടത്തേണ്ടി വന്നു എന്നുള്ള കാര്യം നമ്മളിവിടെ ഓർക്കുക. എന്നിട്ടും ഒന്നും പഠിക്കാതെ കോടതിക്ക് മുൻപിലെത്തി, അത് കേരളത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ കോടതിയിൽ, ഹൈക്കോടതിയിലെത്തി ഇത്തരത്തിലുള്ള ന്യായവാദങ്ങൾ സർക്കാർ നിരത്തുന്നത് മിതമായ ഭാഷയെ പറഞ്ഞാൽ ക്രൂരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും കോടതിയിൽ നിന്ന് വളരെ ശക്തമായ ഇടപെടൽ തന്നെയാണ് ഇന്നുണ്ടായത്. നമ്മുടെ സംസ്ഥാനത്ത് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് കോടതി മാത്രമേ ഇനി ആശ്രയമുള്ളൂ എന്ന് വെളിവാക്കുന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്. കോടതി സർക്കാരിൻ്റെ ന്യായങ്ങളെ ഒരു കാരണവശാലും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, കോടതി പറഞ്ഞ ആ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹർജിക്കാരിയെ ഇകഴ്ത്തിക്കാട്ടുന്നതാണ് സർക്കാരിൻ്റെ നിലപാടെന്നും ഇത് ഞെട്ടിക്കുന്നതും ഹൃദയഭേദകവുമാണെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത്. ക്ഷേമ പെൻഷൻ കേന്ദ്രത്തിൽ നിന്ന് വിഹിതം ലഭിക്കുന്നതിന് അനുസരിച്ചാണ് നൽകുന്നതെന്ന് സംസ്ഥാനം അറിയിച്ചു. സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ടാണ് പെൻഷൻ വൈകുന്നതെന്നാണ് സർക്കാർ അഭിഭാഷകൻ്റെ ന്യായം. സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി വന്നാൽ അമിക്കസ് ക്യൂറിയെ നിയോഗിക്കാമെന്ന് കോടതി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു. എല്ലാ മാസവും കൃത്യസമയത്ത് നൽകണമെന്ന് ആവശ്യപ്പെടാൻ ക്ഷേമ പെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി അല്ലെന്ന് സർക്കാർ അഭിഭാഷകൻ വീണ്ടും ചൂണ്ടിക്കാട്ടി. ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നും അഭിഭാഷകൻ പറഞ്ഞു. 78 വയസ്സുള്ള ഒരു സ്ത്രീ ജീവിത ചെലവിനുള്ള പണത്തിനായാണ് ആവശ്യം ഉന്നയിക്കുന്നത്. അതിനോടുള്ള സർക്കാരിൻ്റെ പ്രതികരണം ഞെട്ടിക്കുന്നതാണ് എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയത്. വസ്തുക്കളുടെ പിൻബലമില്ലാതെ കോടതി പരാമർശങ്ങൾ നടത്തുകയാണെന്ന് സർക്കാർ വാദത്തിനിടെ പറഞ്ഞു. ഇതിനോടും കോടതി ശക്തമായി തന്നെയാണ് പ്രതികരിച്ചത്. എന്ത് ധൈര്യത്തിലാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. മറിയക്കുട്ടിയുടെ പെൻഷൻ വിഷയത്തിൽ ഹൈക്കോടതി ഇന്നലെയും സർക്കാരിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. നമുക്കെല്ലാം ഓർമ്മയുണ്ട്, പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ഈ മറിയക്കുട്ടി എന്ന ഈ ഒരു അമ്മ ഒരു ഭിക്ഷ ചട്ടിയുമായി നടന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതിനെ തുടർന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൈബർ ആക്രമണവും മറ്റും അവർക്ക് നേരെ ഉണ്ടായതും ഒടുവിൽ പാർട്ടി പത്രം തന്നെ മാപ്പ് പറയേണ്ടി വന്നതും. നമ്മുടെ സംസ്ഥാനം സാമ്പത്തികമായി അങ്ങേയറ്റം തകർന്ന അവസ്ഥയിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതൊന്നും കണക്കാക്കാതെ ധൂർത്തും ആഡംബരവും മാത്രമായി നടക്കുന്ന ഒരു സർക്കാർ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് പെൻഷൻ നൽകാത്തതിന് നൽകുന്ന ഈ ഒരു വിശദീകരണം ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. ഏതായാലും കോടതി ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ പോലെ ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും സാക്ഷരതയുള്ള, ഏറ്റവും രാഷ്ട്രീയമായി ചിന്തിക്കുന്ന അത്തരത്തിലുള്ള ഒരു സംസ്ഥാനത്താണ് ഒരു വയോധികയ്ക്ക് അവരുടെ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിലെത്തുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന രീതിയിൽ സർക്കാർ വ്യാഖ്യാനം നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി എന്നും പടപൊരുതിയിട്ടുള്ള പ്രസ്ഥാനമാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ പാർട്ടികൾക്ക് അവർക്ക് ജനങ്ങളെ മുന്നിൽ എങ്ങനെയാണ് തങ്ങളുടെ പഴയകാല ചരിത്രം ഇനിയും വിളമ്പാൻ കഴിയുന്നത്? പണ്ട് ഭൂപരിഷ്കരണ നിയമമൊക്കെ കൊണ്ടുവന്ന് പാവങ്ങളെ സഹായിച്ചു, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകി എന്നൊക്കെ പറയുന്ന ഇടതുപക്ഷ നേതാക്കൾ, അതേക്കുറിച്ച് ഘോരവരം പ്രസംഗിക്കുന്ന ഇടതുപക്ഷ നേതാക്കളൊക്കെ തന്നെ ഈ ഒരു പാവപ്പെട്ട സ്ത്രീയെ, അവരുടെ അവസ്ഥ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. CPMൻ്റെ കീഴിലുള്ള വനിതാ സംഘടനകൾ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ എന്തുകൊണ്ട് ഈ ഒരു വയോധിക ഈ അമ്മയെ കാണുന്നില്ല എന്ന് നമ്മൾ സ്വാഭാവികം ചിന്തിക്കേണ്ടി വരും. ഏതായാലും കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതിനിധിയായിട്ട് തന്നെയാണ് ശ്രീമതി മറിയക്കുട്ടി ഹൈക്കോടതിയിലെത്തിയത്. ഏതായാലും
സർക്കാരിൻ്റെ ഈ ഇത്തരത്തിലുള്ള ഈ ന്യായങ്ങൾ ഭാവിയിലും കോടതി സമീപിക്കുന്ന ഏത് സാധാരണക്കാരനും വീണ്ടും നേരിടേണ്ടി വരും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്നുള്ളതും ഉറപ്പാണ്. കാരണം ഇത് ജനാധിപത്യമാണോ എന്നാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടത്.